അതെ, ഇപ്പൊ നമ്മൾ സമാധികളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സമാധി, ഒരു 6-7 വർഷങ്ങളായി കേരളത്തിന്റെ സ്വന്തം വിജയൻ സഖാവിന്റെ ആഭ്യന്തര സമാധി. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. എന്നാൽ അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്ന നൂലാമാലകൾ അത് ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ആഭ്യന്തര വകുപ്പിനെ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളായിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ നേരെ അതിലൊരു 100 ഇരട്ടി നമുക്ക് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയാം. ഇല്ല, സമാധി ആയതാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ജീവനുണ്ട്, ജീവനില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ഇരിക്കുന്നത്. ഇപ്പൊ സമാധി വിഷയം, ഇപ്പൊ അവസാനം വന്ന സമാധി വിഷയം, അല്ലെങ്കിൽ നവവധുവിന്റെ മരണം, എത്ര വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആളുകൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ്. സ്വന്തം അച്ഛനെ ഒരു കോൺക്രീറ്റ് സ്ലാബിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തി അച്ഛൻ സമാധിയായി, ഇത് ചോദിക്കാൻ ഒരാൾ വരാൻ പറ്റില്ല എന്ന് പറയാൻ തക്ക ധൈര്യത്തിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ ജീവിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിന് പരാജയമാണ് അല്ലേ? ചോദിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ ധൈര്യത്തിൽ അദ്ദേഹം ചെയ്യൂ. ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഫേസ്ബുക്കിനകത്തൊക്കെ ഈ ഉത്സവ പറമ്പില് ഡാൻസ് കളിക്കുന്ന പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്ന പോലീസുകാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വേറെ പോലീസുകാരാണെങ്കിൽ എവിടെയെങ്കിലും ഒരാൾ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാല് അല്ലെങ്കിൽ ബീച്ചിലോ പാർക്കിലോ ഒക്കെ ഇരിക്കുന്ന പിള്ളേരെ ഓടിച്ചിടുന്ന കുറച്ച് പോലീസുകാർ. അങ്ങനെ രീതിയിലേക്കൊക്കെ പോലീസ് ഇപ്പൊ മാറിയിട്ടുണ്ട് വളരെ വ്യത്യസ്തപരമായിട്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പോലീസ് നിശബ്ദത പാലിക്കുകയും രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് പോലീസ്, ആ കാര്യങ്ങളൊന്നും പോലീസ് ഇടപെടാറേ ഇല്ല. ഒരു ഹൈപ്പ് കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു പോലീസിനെ എനിക്ക് പിണറായി വിജയന്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അവസാനം നടക്കുന്ന ബോച്ചെ വിഷയം എടുക്കുകയാണെങ്കിൽ ഹണി റോസിന്റെ പരാതിയിൽ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടവന്മാരെ വരെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിച്ച കേരള പോലീസിനെ നമ്മൾ കണ്ടു. ബോച്ചയെ വയനാട്ടിൽ പോയി പൊക്കിക്കൊണ്ടുവന്ന കേരള പോലീസിനെ നമ്മൾ കണ്ടു. എന്നാൽ പല വിഷയങ്ങളിലും സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളും നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകനായ ബിനു പറയുന്ന ചേട്ടന്റെ മരണത്തിൽ ആ ഇടിച്ച ബൈക്കിനെ പോലും കണ്ടെത്താൻ, അതും ഈ ഇടപ്പള്ളി ടൗണിൽ നടന്നിട്ട് ആ ബൈക്കിനെ പോലും കണ്ടെത്താൻ സാധാരണ വിഷയങ്ങൾ ഇവര് ഒരു വിധത്തിലുള്ള ഇത് കാണിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണപ്പെട്ട എടുത്തറിയാത്ത വിഷയങ്ങളൊന്നും ഇവര് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ബാക്കിയുള്ള വിഷയങ്ങളിൽ ഇവര് ചട്ടപ്പടയെന്ന് എല്ലാം ചെയ്യും. കാരണം ഇമേജ് ബിൽഡിംഗ് ഇവര് ഭയങ്കര ആളുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ്ബുക്ക് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും എങ്ങുമില്ലാത്ത രീതിയിലുള്ള PR വർക്കുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതെല്ലാം നല്ലതാണ്. നമ്മുടെ പോലീസാണ്, നമുക്ക് അഭിമാനമാണ്. നമ്മുടെ പോലീസ് ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് പാർട്ടി അടക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് പോലീസ് മാറിയിരിക്കുകയാണ്. നമുക്ക് CPM-ന്റെ ഒരു ഗുണ്ടാ സംഘം എന്ന രീതിയിലേക്ക് ലേബലിലേക്ക് പോലീസ് സംഘം മാറിയിരിക്കുന്നു. ഈ ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. പല വിഷയങ്ങളിലും പാർട്ടി എന്ത് പറയുന്നു അതിനപ്പുറത്തേക്ക് പോലീസിന് ചലിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്. ഒരു പാർട്ടി പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ 150 പേരുടെ പെർമിഷൻ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് കേരള പോലീസിന്. സ്വതന്ത്രമായി ഒരു പ്രവൃത്തി ചെയ്യാൻ എത്രത്തോളം അവർ പ്രാപ്തരാണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം എല്ലാത്തിനും മുകളിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു അംഗമാണെങ്കിൽ പോലും അവരെ പോലീസ് ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം പഞ്ചപുച്ഛമടക്കിയിരിക്കും. ചില ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി പോലീസുകാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നാട്ടിലൊരു പ്രശ്നം നടക്കുകയാണ്. ആദ്യം എന്താണ് വെച്ചാൽ നമ്മൾ പാർട്ടിക്കാരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പോലീസിനെ മേടിക്കാൻ സാധിക്കുന്ന ആൾക്കാണ്, പാർട്ടിക്കാർക്കാണ്. പോലീസുകാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിണറായി വിജയൻ സഖാവ് ആഭ്യന്തര വകുപ്പ് നോക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെയായി. എന്തൊക്കെ മാറ്റങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ വന്നത്? ഒരു മാറ്റവും വന്നിട്ടില്ല. വെറുതെ കുറെ പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നല്ലാതെ പോലീസ് അക്രമം കൂടി വരികയാണ്. നമുക്കറിയാം മയക്കുമരുന്നിന്റെയും മറ്റു അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഡെയിലി പീഡനങ്ങൾ വാർത്തകളാവുകയാണ്. ഇതുകൊണ്ട് മദ്യപാനം, കത്തിക്കുത്ത്, ഇല്ലാത്ത വാർത്തകളില്ല. എല്ലാം ഇത് ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കും. ആഭ്യന്തരം എവിടെയെന്ന് ചോദിക്കുന്നത് എന്താണ് തെറ്റ്? ചോദിക്കുമ്പോൾ ഉത്തരമുണ്ട്. നമുക്ക് സമാധിയിലാണെന്ന് പറയാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു 3ാം സർക്കാർ വരാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ സ്ത്രീ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി കേരള പോലീസും കേരള സർക്കാരും അഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി കേരള സർക്കാർ അതിനെ നേരിട്ടു എന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള PR വർക്കും
നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസ്, ഇതിലും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് പേർ സർക്കാരിനെ കുറ്റം പറഞ്ഞെങ്കിലും ഈ സർക്കാരിനുള്ളത് കൊണ്ടാണ് പുറത്തു വന്നത് എന്നും ഒരുപാട് പേരുടെ എന്നുവെച്ചാൽ മുഖം നോക്കാതെ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പല നടന്മാർക്കെതിരെയും കേരള സർക്കാരും കേരള പോലീസിന് ആക്ഷൻ എടുത്തു. അതൊരു വലിയൊരു നേട്ടമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് വെക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു നവവധു മരണപ്പെട്ടു. 2 പേർ അതിൽ പ്രതികളാണെന്ന് സംശയിക്കപ്പെടും. ഒരു ബെസ്റ്റി, ഒരു കാമുകൻ തരത്തിലുള്ള 2 പേർ സംശയിക്കപ്പെടും. ആ കേസിന്റെ അവസ്ഥ എന്താണ്? ആരാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ 19-കാരിയായ ഒരു പെൺകുട്ടി കറുത്ത നിറമാണ് എന്ന് പറഞ്ഞതിന് പുറത്തും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞതിന് ആത്മഹത്യ ചെയ്തു. അതിൽ പ്രതിയെ പിടിച്ചു. ആ കുട്ടി മരിച്ച കുട്ടി ശവസംസ്കാരം അവസാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ആ പ്രതിയെ പിടിച്ചോ? ഇല്ല, പ്രതിയെ പിടിച്ചിട്ടില്ല. അതിന് കൃത്യമായ നടപടി. സാധാരണപ്പെട്ടവരുടെ വിഷയത്തിൽ പോലീസുകാർക്ക് യാതൊരുവിധ ആകുലതയും ഇല്ല. കാരണം അത് ചെയ്തിട്ട് അവർക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. അവർക്ക് പബ്ലിസിറ്റി കിട്ടുന്ന എന്തെങ്കിലും വിഷയത്തിൽ അവർ ഇടപെട്ടാൽ മാത്രമല്ല അവരെ കേരള പോലീസ് സുമ്മാവ എന്നുള്ള ഡയലോഗിൽ അവർക്ക് പോസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ അവരെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ പാർട്ടി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അവർക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയൊക്കെ മാറിപ്പോയി. പോലീസിന് സ്വന്തമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ തന്നെ 100 പേരോട് ഇന്ന് വിളിച്ചു പോയിരിക്കണം. അതൊരു പാവക്കൂത്ത് നടക്കുന്ന ഒരു അവസ്ഥയാണ് ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം മുകളിൽ നിന്ന് വലിക്കുന്ന ചില ചരടുകളിൽ നീങ്ങുന്ന പാവങ്ങളായി ഈ കേരള പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ പിൻവാതിൽ നിയമനങ്ങൾ PSC വഴി തന്നെ പാർട്ടി പോലീസിലേക്ക് വരെ ആളുകളെ കുത്തിക്കയറ്റുന്ന രീതിയിലേക്ക് വരുമ്പോൾ കഴിവുകെട്ട കുറെ ആളുകൾ പോലീസിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കേരള പോലീസ് ആക്ച്വലി ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള മനുഷ്യരുള്ളൊരു വലിയൊരു ഫോഴ്സ് ആണ്. കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചവർ, MBA ബിരുദമെടുത്തവർ, അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ സൈഡ് അറിയുന്നവർ, IT മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർ, ഇവരൊക്കെ പോലീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിന് പുറത്തും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഡെഡിക്കേഷന്റെ പുറത്തും പോലീസായി വന്ന ഒരുപാട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ കേരള പോലീസിലുണ്ട്. അത്രത്തോളം എഫിഷ്യന്റ് ആണ് കേരള പോലീസ് എന്ന് പറയുന്ന സംഘം. കാരണം അതായത് IT സ്കാമുകളിൽ മുൻപന്തിയിൽ നിന്ന് ഒരു കള്ളനെ പിടിച്ചത് ഈ കേരള പോലീസാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടുള്ള പോലീസ് സേന തന്നെയാണ്. പക്ഷേ ഈ സാധാരണക്കാരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഇവർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് ചോദ്യം. ഇപ്പൊ ഈ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് തിരുനെയ്യാറ്റിൻകരയിൽ ഉണ്ടായ കോലാഹലങ്ങൾ, ആ വീട്ടുകാർ കാണിക്കുന്ന ബഹളങ്ങൾ, നാട്ടുകാർ സ്വന്തം അപ്പൂപ്പൻ സമാധിയായിട്ടും പറഞ്ഞു വന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അതിനെ എതിർത്ത് വന്നവരും അത് യോജിച്ച് നിന്നവരും എല്ലാവരെയും നമ്മൾ കണ്ടു. അവിടെ പോലീസ് നിസ്സഹായമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. മേ ബി ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്ന രീതി അതായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. കാരണം കൃത്യമായി പവർ ഉള്ളവരാണ് പോലീസ് എന്ന് പറയുന്നത്. അതെ, കൃത്യമായി ഡീൽ ചെയ്യാൻ പഠിക്കണം. ഈ പോലീസിന്റെ തലയിൽ കയറി ഇറങ്ങാൻ എന്തിനാണ് ആളുകളെ സമ്മതിക്കുന്നത്? ഈ ഓച്ചാനിച്ചിന്ന് ഇപ്പൊ പോലീസുകാരുടെ തലയിൽ കയറി കഴിഞ്ഞാലും ആരും ഒരു വിഷയമില്ല എന്ന ഒരു പൊതുബോധം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പോലീസിനെ സംബന്ധിച്ച് വളരെയധികം ദോഷം ചെയ്യും. പോലീസിന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം. അവരെ ഓച്ചാനിച്ച് നിന്ന് അതായത് നമുക്കറിയാം, ഒരു പാർട്ടി ഒരാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പാർട്ടി സെക്രട്ടറി ഇറങ്ങി പോകുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞു വിടുന്ന കുറെ പോലീസുകാരുണ്ട്. ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരെ കാണുമ്പോൾ പൊതുജനത്തിന് ഒരു തോന്നൽ വരും, ഇവരിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നവന്മാരാ, ഇവരുടെ അടുത്തേക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഒരു വിഷയവുമില്ല എന്ന രീതിയിൽ. അങ്ങനെ വരുമ്പോൾ ഒരു പൊതുബോധം അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വരുംകാലം ഫോഴ്സിന് തന്നെ അത് വലിയൊരു ബാധ്യതയായി തീരും. ഏതായാലും ആഭ്യന്തര സമാധി കൺ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്.